ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ അൾട്ടിമേറ്റ് PSC. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഭരണഘടനാ നിയമനിർമ്മാണ സമിതി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, PSC എക്സാമിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇത്, ഭരണഘടനാ നിയമനിർമ്മാണ സമിതി എന്ന് പറയുന്നത്. വരുന്ന ക്വസ്റ്റ്യൻസ് മാറി മാറി വന്നാലും ഏകദേശം ഈ ഏരിയ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ ഒരു LGS മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള എക്സാമുകൾക്ക് മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് ഉള്ളതെന്ന്. ഓക്കെ, ഭരണഘടനാ നിയമനിർമ്മാണ സമിതി ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ അത് ക്യാബിനറ്റ് മിഷൻ അഥവാ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു സമിതി രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ ക്യാബിനറ്റ് മിഷൻ? ഇന്ത്യക്ക് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ സ്റ്റഡി നടത്താൻ വേണ്ടി ലേബർ പാർട്ടി നമ്മുടെ ബ്രിട്ടനിലെ അവര് ഇന്ത്യയിലേക്ക് അയച്ചിട്ടുള്ളതാണ് ക്യാബിനറ്റ് മിഷൻ അല്ലെങ്കിൽ ക്യാബിനറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന സംഘത്തെ. 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയിട്ടുള്ളത്. അപ്പൊ ഈ ക്യാബിനറ്റ് മിഷൻ അവരുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് അവരാണ് പറഞ്ഞത് ഇന്ത്യക്ക് എന്ത് വേണം, സ്വന്തമായിട്ടൊരു ഭരണഘടന വേണം. അങ്ങനെ ഭരണഘടന ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം, ഇന്ത്യക്കൊരു ഭരണഘടനാ നിയമനിർമ്മാണ സമിതി വേണമെന്ന്. അവര് പറഞ്ഞത് ഭരണഘടന വേണമെന്നല്ല, ഇന്ത്യക്കൊരു ഭരണഘടനാ നിയമനിർമ്മാണ സമിതി വേണമെന്ന് അവർ ശുപാർശ ചെയ്തു. അതിന്റെ ഫലമായിട്ടാണ് നമുക്കൊരു ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയെ രൂപീകരിക്കുന്നത്. അപ്പൊ ഒരു സമിതി ഉണ്ടാക്കുമ്പോൾ, ഒരു കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് അംഗങ്ങൾ വേണമല്ലോ. ആ അംഗങ്ങളെ സെലക്ട് ചെയ്തത്, അവർക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് 1946 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. 1946 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഈ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. ആൻഡ് ഭരണഘടന നിയമനിർമ്മാണ സഭ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ആൾക്കാരെയൊക്കെ സെലക്ട് ചെയ്തു. അങ്ങനെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് എന്നാണ് 1946 ഡിസംബർ 6 ഡിസംബർ 6 രൂപീകരിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ടാണ് അവര് ആദ്യത്തെ സമ്മേളനം ചേർന്നത്. അത് 1946 ഡിസംബർ 9 അപ്പോൾ 1946 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇലക്ഷൻ നടക്കുന്നു. 1946 ഡിസംബർ 6 കമ്മിറ്റി രൂപീകരിക്കുന്നു. 3 ദിവസം കഴിഞ്ഞ് ഡിസംബർ 9 ആദ്യമായിട്ട് യോഗം ചേരുന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവർ 207 പേരാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ഇതൊക്കെ SCRT-യിലും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതുകൊണ്ട് മസ്റ്റായിട്ട് പഠിച്ചു പോകണം. പിന്നെ എപ്പോഴും ചോദിക്കുന്ന പോയിന്റ്സ് ആണ്. ആദ്യ സമ്മേളനത്തിൽ 207 പേര് പങ്കെടുത്തെങ്കിൽ അതിൽ എത്ര വനിതകളുണ്ട്? 9 വനിതകളാണ്. 9 വനിതകൾ ഓർക്കാൻ ഭയങ്കര എളുപ്പമായേ. ഈ 207ന്റെ 2 7 കൂട്ടിയാൽ പോരെ, 2 + 7 നമുക്ക് എത്ര കിട്ടും? 9. 9 വനിതകളാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഈ സമ്മേളനം, ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ ഈ സമ്മേളനത്തെ ബഹിഷ്കരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. എവിടെ വെച്ചാണ് ആദ്യത്തെ ഈ യോഗം നടന്നത് എന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചാണ് ആദ്യത്തെ സമ്മേളനം നടന്നത്. ആദ്യ യോഗം നടന്നത് ന്യൂഡൽഹിയിലാണ് പറഞ്ഞു. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ ആദ്യ യോഗത്തിന്റെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് ആരെയാണ്? അതായത് ഡിസംബർ 9 കൂടിയല്ലോ. ഈ ഡിസംബർ 9 ഭരണഘടനാ നിയമനിർമ്മാണ സമിതിക്ക് ഒരു സ്ഥിരമായ അധ്യക്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? അംഗങ്ങളൊക്കെ കൂടിയിരിക്കുമ്പോൾ കൂട്ടത്തിൽ മുതിർന്ന ഒരാളെ തൽക്കാലം ഒരു അധ്യക്ഷനായിട്ട് അങ്ങോട്ട് തെരഞ്ഞെടുത്തു. അദ്ദേഹമാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ ആദ്യ യോഗത്തിന്റെ, അതായത് 1946 ഡിസംബർ 9 കൂടിയ യോഗത്തിന്റെ താൽക്കാലിക അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് സച്ചിദാനന്ദ സിൻഹയാണ്. അതിനുശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുത്തതാണ് ആരെയാണ്? നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. അത് 2 ദിവസം കഴിഞ്ഞാണ്, അതായത് ഡിസംബർ 11 എന്ത് ചെയ്തത്? രാജേന്ദ്ര പ്രസാദിനെ അധ്യക്ഷനായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഡിസംബർ 6 സമിതി ഉണ്ടാക്കുന്നു. 3 ദിവസം കഴിഞ്ഞ് ഡിസംബർ 9 ആദ്യ സമ്മേളനം. പിന്നെ ഡിസംബർ 11 2 ദിവസം കഴിഞ്ഞിട്ട് 9 സച്ചിദാനന്ദ സിൻഹ അധ്യക്ഷൻ, 2 ദിവസം കഴിഞ്ഞ് 11 സ്ഥിര അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് JB കൃപലാനി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡന്റായി രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്ത് നമ്മൾ പഠിച്ചു. 1946 ഡിസംബർ 11. ഇനി
അധ്യക്ഷനാണല്ലോ രാജേന്ദ്ര പ്രസാദ്. അപ്പൊ ആരാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ ഉപാധ്യക്ഷൻ? 2 പേരുണ്ട്, HC മുഖർജി ആൻഡ് VT കൃഷ്ണമാചാരി. HC മുഖർജി ആൻഡ് VT കൃഷ്ണമാചാരി. ഇനി നമുക്കറിയാം നമ്മുടെ ഭരണഘടനയ്ക്ക് ആമുഖമുണ്ട് അല്ലെ? ആരാണ് ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി? ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ആദ്യം ഈ ആമുഖം ഏതിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിൽ നിന്നാണ് നമ്മൾ ഭരണഘടനയിലേക്ക് ആമുഖം എടുത്തിരിക്കുന്നത്. ആമുഖം ഉൾക്കൊണ്ടിരിക്കുന്നത് ഈ ലക്ഷ്യപ്രമേയത്തിൽ നിന്നാണ്. അപ്പൊ ഏത് പ്രഖ്യാപനമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്? ലക്ഷ്യപ്രഖ്യാപനം, ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രഖ്യാപനം. എന്നാണ് ജവഹർലാൽ നെഹ്റു ഈ ലക്ഷ്യപ്രഖ്യാപനം അവതരിപ്പിച്ചത്? അത് ഡിസംബർ 13-നാണ്. ഡിസംബർ 13, 1946 ഡിസംബർ 13. ഡിസംബർ 13-ന് ഇത് അവതരിപ്പിച്ചെങ്കിലും ഇത് പിന്നെ ഡിസംബർ ആ ഒരു വർഷം 1946 പിന്നെ അത് അപ്രൂവ്ഡ് ആയില്ല. അപ്രൂവ് ആയത് 1947 പിറ്റേ വർഷം ജനുവരി 22-നാണ്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ പറഞ്ഞ ഡേറ്റുകളൊക്കെ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. 1946 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ എന്ത് നടത്തും എന്ന് പറഞ്ഞു? തെരഞ്ഞെടുപ്പ് നടന്നു അല്ലെ? ഡിസംബർ 6 വർഷം സെയിം. ഡിസംബർ 6-ന് നമ്മൾ സഭ രൂപീകരിക്കുന്നു, നിയമനിർമ്മാണ സമിതി രൂപീകരിക്കുന്നു. ഡിസംബർ 9-ന് എന്താ ഓർത്ത് നോക്കിയേ? ആദ്യത്തെ മീറ്റിംഗ്, സച്ചിദാനന്ദ സിൻഹ അധ്യക്ഷൻ. ഡിസംബർ 11-നോ സ്ഥിര അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നു. അതാരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. ആദ്യം ഒരു 3 ദിവസം ഗ്യാപ്പ്, പിന്നെ 9, 11 എന്ന് പറയുമ്പോൾ 2 ദിവസം ഗ്യാപ്പ്. അത് കഴിഞ്ഞ്, അതായത് രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞ്, അതാണല്ലോ 13. 13-ാം തീയതി എന്താ പ്രത്യേകത? ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയം. ഇത്രയും ഡിസംബറിൽ ഓർക്കാനുള്ള ഡേറ്റ് ആണ്. 6, 9, 11, 13. പിന്നെ ആ വർഷം ലക്ഷ്യപ്രമേയം അംഗീകരിക്കുന്നില്ല. 47-ലാണ് പിന്നെ ലക്ഷ്യപ്രമേയം അംഗീകരിക്കുന്നത്. ജനുവരി 22. ജാനുവരി 22. ഓക്കെ, ഡേറ്റ് ഒക്കെ സെറ്റ് അല്ലേ? ഇനി ബാക്കി നോക്കാം. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം 389 ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 389 പേര്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഉണ്ടാക്കുന്നത് എപ്പോഴാ? 1946 അല്ലെ? എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് എന്ത് കിട്ടിയിട്ടില്ല? സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ത്യയെ വിഭജിച്ചിട്ടില്ല. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതി ആദ്യമായി ഉണ്ടാക്കിയത്. അപ്പൊ ആ അവിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ എണ്ണമാണ് 389. വിഭജിക്കുന്നതിന് മുമ്പുള്ളതിന് അതാണ് 389. വിഭജിച്ചതിന് ശേഷമുള്ള ആൾക്കാരുടെ എണ്ണം ചോദിച്ചാൽ അത് വേറെയാണ്, അത് 299. അപ്പോൾ ജസ്റ്റ് കോമൺ ആയിട്ട് ചോദിക്കുകയാണ്, ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 389. പിന്നെ വിഭജനത്തിന് ശേഷമുള്ള ആകെ അംഗങ്ങളുടെ എണ്ണം 299. ഇനി ഈ 389-ന്റെ ഡിവിഷൻസ് നമുക്ക് നോക്കാം. അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ, ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള കൺട്രോളുള്ള സ്ഥലം, നമ്മുടെ മലബാർക്ക് പോലെയുള്ള സ്ഥലങ്ങൾ. അവിടെ നിന്നും 296 പേരാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്ക് ഉണ്ടായിരുന്നത്. 296 പേര്. ഇനി പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അഥവാ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93 പേര്. 93 പേര്. ഇങ്ങനെ 389 പേരാണ് ടോട്ടൽ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലുള്ളത്. മനസ്സിലായോ? ഇത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യ, ഇത് നാട്ടുരാജ്യങ്ങൾ. ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയെ തന്നെ നമുക്ക് പിന്നെയും ക്ലാസിഫൈ ചെയ്യാം. അതായത് ഈ 296-നെ പിന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഈ 296 അംഗങ്ങളിൽ 292 പേര് ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നാണ്. എത്ര ഗവർണർമാരുടെ? 11 ഗവർണർമാരുടെ. അതുപോലെ തന്നെ ബാക്കി വരുന്ന 4 അംഗങ്ങൾ ചീഫ് കമ്മീഷണേഴ്സിന്റെ പ്രവിശ്യകളിൽ നിന്നാണ്. എങ്ങനെയാ പറഞ്ഞേ? ടോട്ടൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 296 ആളെയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്ക് സെലക്ട് ചെയ്തത്. അതിൽ 292 പേര് ഗവർണർമാര് ഭരിക്കുന്ന പ്രവിശ്യയിൽ നിന്നും സെലക്ട് ചെയ്തതാണ്. മനസ്സിലായോ? ചില പ്രവിശ്യകൾ ഗവർണർമാരാണ് ഭരിക്കുന്നത്, ചില പ്രവിശ്യകൾ ചീഫ് കമ്മീഷണേഴ്സ് ആണ് ഭരിക്കുന്നത്. അപ്പൊ 11 ഗവർണർമാരുടെ പ്രവിശ്യയിൽ നിന്നും 292 പേര് വന്നു. 4 ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസിൽ നിന്നും 4 പേരും വന്നു.
ഇങ്ങനെ ടോട്ടൽ 296 പേരെയാണ് എന്ത് ചെയ്തത്, പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്ക് തെരഞ്ഞെടുത്തത്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു നാട്ടുരാജ്യത്തിൽ നിന്ന് എത്രയാ, 73 പറഞ്ഞു. ഓക്കെ, നാട്ടുരാജ്യങ്ങളിൽ നിന്നും 73 അല്ല 93 പറഞ്ഞു. അങ്ങനെ ടോട്ടൽ എത്ര, 296ഉം 93ഉം ടോട്ടൽ 389. ഓക്കെ. ഇനി നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ +1 ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരും. അപ്പോൾ അതിനകത്ത് ടോട്ടൽ അംഗങ്ങളുടെ എണ്ണം കൊടുത്തേക്കുന്നത് 385 ആണ്. ഓക്കെ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ 296ൻ്റെ ഡിവിഷൻസ് നിങ്ങൾക്ക് പറഞ്ഞില്ലേ, അതായത് 296ൽ 292 ഗവർണർമാരുടെ പ്രവിശ്യയും 4 ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ +1 ടെക്സ്റ്റ് ബുക്കിൽ ഈ 292 മാത്രമേ പറയുന്നുള്ളൂ, ഏതില്ല, 4 പറയുന്നില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെയാവുമ്പോൾ 389 എന്നുള്ളത് 385 ആയിട്ടാണ് അവർ ടെക്സ്റ്റ് ബുക്കിൽ ആകെ അംഗസംഖ്യ കൊടുത്തേക്കുന്നത്. പക്ഷെ ഇതുവരെ PSC 389 തന്നെയാണ് ശരിയുത്തരം കൊടുത്തേക്കുന്നത്. ഇനി ഓപ്ഷനിൽ 389 ഇല്ലെങ്കിൽ നമുക്ക് 385 ഉണ്ടെങ്കിൽ അത് ശരിയുത്തരമായിട്ട് എഴുതാം. കാരണം NCERTൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ അത് കൊടുത്തിട്ടുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല, അവർ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസിൽ നിന്നുള്ള 4 പേരെ അതിനകത്ത് കാണിക്കാത്തത് കൊണ്ട് മാത്രമാണ്. ഓക്കെ. ഇനി ബാക്കി നോക്കാം. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിൽ 296, നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93, അങ്ങനെ ടോട്ടൽ 389 പേരാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങൾ. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞു 11 ഗവർണർമാരുടെ പ്രവിശ്യയിൽ നിന്നും 292 പേര് വന്നു. എങ്ങനെയാണ് അങ്ങനെ അല്ലേ? പക്ഷേ ചീഫ് കമ്മീഷണേഴ്സിൻ്റെ പ്രൊവിൻസിൽ നിന്ന് വെറും 4 പേര് മാത്രമേ വന്നുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ? എങ്ങനെയാണ് ഈ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്തത്? ആർക്കായിരുന്നു അതിന് വോട്ടവകാശം ഉണ്ടായിരുന്നത് അല്ലേ? എന്തെങ്കിലും ഒരു സമിതി ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്ത് വെക്കണമല്ലോ ആ കമ്മിറ്റിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരാണ് ഈ കമ്മിറ്റിയിലേക്ക് വേണ്ട ആൾക്കാരെ എലക്ട് ചെയ്തത്? എങ്ങനെയാണ് എലക്ട് ചെയ്തത്? അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ജനസംഖ്യക്ക് ആനുപാതികമായി ഓരോ പ്രവിശ്യക്കും, ഇത് പ്രവിശ്യ എന്നാണ്, ചെറിയ മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ, ഓരോ പ്രവിശ്യക്കും, ഓരോ നാട്ടുരാജ്യത്തിനും അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളുടെ കൂട്ടത്തിനും സീറ്റുകൾ അനുവദിച്ചു. അപ്പോൾ എന്തിൻ്റെ ബേസിലാണ് ഓരോ നാട്ടുരാജ്യത്തിനും ഓരോ പ്രവിശ്യക്കും സീറ്റ് അനുവദിച്ചത്? ജനസംഖ്യയുടെ ബേസിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. എന്തിൻ്റെ ബേസിലാണ്? ജനസംഖ്യയുടെ ബേസിൽ. അപ്പോൾ ഇത്ര ജനസംഖ്യയുള്ള ആൾക്കാർക്ക് ഇത്ര സീറ്റ്, അങ്ങനെയാണല്ലോ അപ്പോൾ റേഷ്യോ പറയുക, അനുപാതം പറയുക. ആ അനുപാതം എത്രയാണെന്ന് വെച്ചാൽ 1:10 lakh ആണ്. എത്രയാണ് അനുപാതം? 1:10 lakh. ഏകദേശ അനുപാതം 1:10 lakh ആണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്ക് അംഗങ്ങളെ സെലക്ട് ചെയ്തത്, ഓരോ നാട്ടുരാജ്യത്തിൽ നിന്നും ഓരോ പ്രവിശ്യയിൽ നിന്നും അംഗങ്ങളെ സെലക്ട് ചെയ്തത് ജനസംഖ്യക്ക് ആനുപാതികമായിട്ടാണ്. അതിൻ്റെ അനുപാതം 1:10 lakh ആണ്. ഇനി ഇവർക്ക് ഇങ്ങനെ സീറ്റ് കൊടുത്തു. ഇപ്പം ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിൽ നിന്നും 296 കൊടുത്തു, നാട്ടുരാജ്യങ്ങൾക്ക് 93 കൊടുത്തു, ഇങ്ങനെ സീറ്റ് കൊടുത്തു. ഇങ്ങനെ അംഗങ്ങളെ സെലക്ട് ചെയ്തിട്ട് ഇവർക്ക് ഇത്രയും സീറ്റ് കൊടുത്തിട്ട് ഈ സീറ്റ് അവർ എന്ത് ചെയ്തു? ജനസംഖ്യയുടെ അനുപാതം അനുസരിച്ച് തന്നെ 3 വിഭാഗങ്ങൾക്കിടയിൽ ഈ സീറ്റ് ഭാഗിച്ചു കൊടുത്തു. 3 വിഭാഗങ്ങൾക്കിടയിൽ. ഏതൊക്കെയാണ് ആ 3 വിഭാഗം? മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം എന്നിങ്ങനെ 3 മുഖ്യ വിഭാഗങ്ങൾക്കിടയിൽ കിട്ടിയ സീറ്റുകൾ വീതം വെച്ചു. അപ്പോൾ ശ്രദ്ധിക്കണം, എന്തിൻ്റെ ബേസിലാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്ക് അംഗങ്ങളെ സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ അത് ഓരോ പ്രവിശ്യയിലെയും നാട്ടുരാജ്യത്തിൻ്റെയും ജനസംഖ്യക്ക് ആനുപാതികമായിട്ടാണ്. ആ അനുപാതം 1:10 lakh ആണ്. കിട്ടിയ സീറ്റ് 3 വിഭാഗങ്ങൾക്കിടയിൽ വീതിച്ചു കൊടുത്തു. ആർക്കൊക്കെയാ? മുസ്ലിങ്ങൾ, സിഖുകാർ ആൻഡ് പൊതുവിഭാഗം. ഓക്കെ. ഇനി പിന്നെ പറയുന്നത് എങ്ങനെയാണ് ഇവർ വോട്ട് ചെയ്തത്. അതായത് ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യ ഉണ്ട്, അതുപോലെ നാട്ടുരാജ്യങ്ങളുണ്ട്. അപ്പോൾ ഒരു നാട്ടുരാജ്യത്തെ എല്ലാ ആൾക്കാരും പോയിട്ട് ഞങ്ങൾക്ക് ഇന്നയാൾ വരാനാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ വാർഡ് മെമ്പറൊക്കെ സെലക്ട് ചെയ്യുന്ന പോലെ അങ്ങനെയാണോ നമ്മൾ പോയി ഇലക്ഷനിൽ ഡയറക്റ്റ് ആയിട്ട് വോട്ട് ചെയ്യുന്ന പോലെയാണോ ഓരോ ആൾക്കാരും പോയിട്ട് വോട്ട് ചെയ്തിട്ടാണോ ആളെ സെലക്ട് ചെയ്തത്? അല്ല. അപ്പോൾ
സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ ബേസിലല്ല ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് ആളുകളെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം അങ്ങനെ തന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ഇങ്ങനെയായിരുന്നു: ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്തത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്ക് അംഗങ്ങളെ സെലക്ട് ചെയ്തത്. പിന്നെയോ അവിടെ ഉപയോഗിച്ച മെത്തേഡ് ഏതാ? ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ. അതായത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ അനുപാതം, പ്രപ്പോർഷൻ പറഞ്ഞില്ലേ, ആ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അനുസരിച്ചാണ് നമ്മൾ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. അല്ലാതെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, നമ്മുടെ സാധാരണ നമ്മൾ വോട്ട് ചെയ്ത് ഒരു വാർഡ് മെമ്പറെ സെലക്ട് ചെയ്യും പോലെ അല്ല ആരെ സെലക്ട് ചെയ്തേക്കുന്നത്? ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്ക് അംഗങ്ങളെ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിലാണല്ലോ വോട്ട് ചെയ്യുന്നത്. കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന ആൾ ജയിക്കും. ഇതങ്ങനെയല്ല. ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന സിസ്റ്റമാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ. അത് ഏതിൽ വരുന്നതാണ്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ വരുന്നതാണ്. അതായത് നമ്മളിപ്പോൾ രാഷ്ട്രപതി ഉപരാഷ്ട്രപതിയൊക്കെ എലക്ട് ചെയ്യൂലേ, അതുപോലെ ഇപ്പൊ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിന് നമ്മൾ ആരെങ്കിലും ഡയറക്റ്റ് വോട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്താ ചെയ്യുന്നേ? നമ്മൾ തെരഞ്ഞെടുക്കുന്ന എം പിമാര് പോയിട്ട് എന്ത് ചെയ്യുന്നു? അവർ രാഷ്ട്രപതിക്ക് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അവരാണ് വോട്ട് ചെയ്യുന്നത്, അല്ലേ? അല്ലാതെ നമ്മൾ ഡയറക്റ്റ് അല്ല, നമ്മളുടെ പ്രതിനിധികളാണ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് ആണ്, ഡയറക്റ്റ്ലി ചെയ്യുന്നില്ല. അപ്പൊ അത് പരോക്ഷ വോട്ടെടുപ്പ് സിസ്റ്റമാണ്. അത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ. അങ്ങനെയാണ് പ്രവിശ്യകളിൽ നിന്നുള്ള അംഗങ്ങളെ സെലക്ട് ചെയ്തത്. ഇനി നാട്ടുരാജ്യങ്ങളിൽ നിന്നും അംഗങ്ങൾ ഉണ്ടായിരുന്നു 93 പേര്. അവരെ എങ്ങനെയാണ് എലക്ട് ചെയ്തത്? അവരെ കൂടിയാലോചനകളിലൂടെയാണ് തീരുമാനിച്ചത്. ഓക്കെ. ഇങ്ങനെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലോട്ട് തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ 82% സീറ്റും കിട്ടിയത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാണ്. ആ പാർട്ടിയാണ് കോൺഗ്രസ്. ഓക്കെ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്ക് ആൾക്കാരെ സെലക്ട് ചെയ്തത്? എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ വഴിയാണ് ആൾക്കാരെ സെലക്ട് ചെയ്തത്. അത് ഏതില്? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന സ്ഥലത്ത് നിന്ന്. നാട്ടുരാജ്യങ്ങളിലാണെങ്കിൽ ചർച്ചയിലൂടെയും കൂടിയാലോചനകളിലൂടെയുമാണ് തീരുമാനിച്ചത്. അതിൽ 82% സീറ്റും കൈവരിച്ച അല്ലെങ്കിൽ സ്വന്തമാക്കിയ രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസ്. ഇനി എനിക്ക് പറയാനുള്ള കാര്യം, ആർക്കാണ് ഈ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ വോട്ടവകാശം ഉണ്ടായിരുന്നത്? ആർക്കാണ് ഉണ്ടായിരുന്നത്? അതായത് ഈ 296 ആളെയും 93 ആളെയൊക്കെ സെലക്ട് ചെയ്യണമല്ലോ. ആർക്കാണ് ഇതിന് അധികാരമുള്ളത്? ഇപ്പൊ ഒരു വാർഡ് മെമ്പറെ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പോയിട്ട് വോട്ട് ചെയ്യണം, അല്ലേ? അപ്പൊ നമുക്ക് അയാളെ തെരഞ്ഞെടുക്കാനുള്ള അധികാരവും അവകാശവും നമുക്കുണ്ട്, അല്ലേ? അതുപോലെ ഈ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള അധികാരവും അവകാശവും ആർക്കാണ് ഉണ്ടായിരുന്നത്? നമ്മൾ പറഞ്ഞു സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അല്ല. അതായത് എല്ലാ പ്രവിശ്യയിലും എല്ലാ നാട്ടുരാജ്യത്തും ഉള്ള എല്ലാ ജനങ്ങൾക്കും ഇതിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പിന്നെ ആർക്കാ ഉണ്ടായിരുന്നത്? ആർക്കോ ഉള്ളത് കൊണ്ടാണല്ലോ ഇവരെയൊക്കെ എലക്ട് ചെയ്തത്. അതെ. ആർക്കാ ഉണ്ടായിരുന്നത്? അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വഴി പ്രവിശ്യകളിൽ നിയമനിർമ്മാണ സഭകൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ നിയമനിർമ്മാണ സമിതിയിലെ അംഗങ്ങൾക്ക്, പിന്നെ നാട്ടുരാജാക്കന്മാർക്കൊക്കെയാണ് ഇവരെ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത് കൊണ്ടുവരാനുള്ള അവകാശവും അധികാരവും ഉണ്ടായിരുന്നത്. എന്താ പറഞ്ഞത്? ശ്രദ്ധിക്കണം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വഴി പ്രവിശ്യകളിൽ രൂപീകരിച്ചിട്ടുള്ള നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾക്കും നാട്ടുരാജാക്കന്മാർക്കുമാണ് വോട്ട് ചെയ്യാനായിട്ട് അവകാശം ഉണ്ടായിരുന്നത്. ഓക്കെ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു ഫ്രാങ്ക് ആന്റണി. ആരാണ്? ഫ്രാങ്ക് ആന്റണി. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ചീഫ് ഡ്രാഫ്റ്റ്മാൻ ആയിരുന്നു SN മുഖർജി. നേരത്തെ നമ്മളൊരു HC മുഖർജിന്റെ പേര് പറഞ്ഞു. ആരായിരുന്നു HC മുഖർജി? ഉപാധ്യക്ഷനാണ്, അല്ലേ? VT കൃഷ്ണമാചാരിയും HC മുഖർജിയും
നമ്മുടെ ഈ സമിതിയുടെ ഉപാധ്യക്ഷന്മാരാണ്. ഇത് ചീഫ് ഡ്രാഫ്റ്റ്മാൻ SN മുഖർജി, മാറിപ്പോവരുത്, ഡ്രാഫ്റ്റ്മാൻ. അപ്പോൾ ഡ്രാഫ്റ്റ്മാൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വരക്കുന്ന ആൾ ഓർക്കാലോ. വരയ്ക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യും? ഭയങ്കര പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ, ഇപ്പം ഞാൻ ചെയ്യുന്ന പെയിന്റിംഗ് നോക്കണ്ട, ഭയങ്കര പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ വരച്ച് കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഒരു പേരും സൈനും ഇടും അല്ലേ. അപ്പോൾ ഈ SN മുഖർജി അങ്ങനെയാണ്, ഡ്രാഫ്റ്റ്മാൻ ആണല്ലോ. അപ്പോൾ അയാൾ സൈൻ ഇടും. ഈ മുഖർജി എന്തിടും? സൈൻ ഇടും. അപ്പോൾ SN സൈന് അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് കാണാമല്ലോ, SN മുഖർജി. അപ്പോൾ ഡ്രാഫ്റ്റ്മാൻ സൈൻ ഇടുന്നതുകൊണ്ട് ചീഫ് ഡ്രാഫ്റ്റ്മാൻ ആണ് SN മുഖർജി. മറ്റേ മുഖർജി ആരാണ്? അത് ഉപാധ്യക്ഷനാണ്. ഓക്കെ അല്ലേ? HC മുഖർജി ഉപാധ്യക്ഷനാണ്. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ആകെ 17 മലയാളി അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. എത്ര മലയാളി അംഗങ്ങൾ? 17. 389 അംഗങ്ങൾ ഉണ്ടായതിൽ 17 മലയാളി അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 3 മലയാളി വനിതകളാണ് ഉണ്ടായിരുന്നത്. 17 മലയാളി അംഗങ്ങൾ, അതിൽ 3 മലയാളി വനിതകൾ. ഓക്കെ, ആരൊക്കെയാണ് ആ 3 മലയാളി വനിതകൾ എന്നറിയോ? ആരൊക്കെയാണ് 3 മലയാളി വനിതകൾ? അത് ഒന്ന് ആനി മസ്ക്രീൻ, പിന്നെയുള്ളത് അമ്മു സ്വാമിനാഥൻ. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ. പിന്നെ ദാക്ഷായണി വേലായുധൻ. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഓക്കെ, ഇവർ 3 പേര് ഇമ്പോർട്ടൻ്റ് ആണ്. PSC എപ്പോഴും ചോദിക്കും. PSC ഇവരുടെ കൂട്ടത്തിൽ ആരെ ഇടും? അക്കാമാച്ചറിയാനെ ഇടും. എന്നിട്ട് ചോദിക്കും ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മലയാളി വനിതകളിൽ ഉൾപ്പെടുന്നതാര്, ഉൾപ്പെടാത്തതാര് എന്നൊക്കെ ചോദിക്കും. അപ്പം അക്കാമാച്ചറിയാനില്ല. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഇതിന് കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കോഡാണ് അമ്മുവിൻ്റെ ദാക്ഷായണി വേലായുധൻ എന്നാണ് കേട്ടോ. അപ്പം അമ്മുവിൻ്റെ വേലക്കാരി ആനി, അങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മുവിൻ്റെ വേലക്കാരി ആനി, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ. ഈ ദാക്ഷായണി വേലായുധന് വേറൊരു പ്രത്യേകത ഉണ്ട്. എന്താണ് ദാക്ഷായണി വേലായുധൻ്റെ പ്രത്യേകത? ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ഒരേ ഒരു ദളിത് വനിതയായിരുന്നു ആര്? ദാക്ഷായണി വേലായുധൻ എന്നറിയപ്പെടുന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ഒരേ ഒരു ദളിത് വനിത. അപ്പോൾ ടോട്ടൽ 17 മലയാളികൾ, അതിൽ 3 സ്ത്രീകൾ. പേര് മറന്നു പോകരുത്. ഞാൻ ഈ PDF-നകത്ത് പേര് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ടൈപ്പ് ചെയ്ത് സെറ്റാക്കി വെച്ചായിരുന്നു. PDF ഉണ്ടാക്കിയപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടി മറന്നുപോയി. നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഇതിൻ്റെ PDF ഞാൻ തരും. അപ്പോൾ അതോടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തരാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ബാക്കി നോക്കാം. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ഒരേ ഒരു ദളിത് വനിതയാണ് ആര്? ദാക്ഷായണി വേലായുധൻ. ഓക്കെ, ഇനി ഇത് ഇപ്പം നമ്മൾ പറഞ്ഞ സാധനങ്ങൾ മുഴുവൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ കാര്യങ്ങൾ മുഴുവൻ എപ്പോഴുള്ളതാ? സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളതാണ്. നമ്മൾ പറഞ്ഞു അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി, വിഭജിക്കാത്ത ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് എന്തുണ്ടാക്കിയത്? ഇങ്ങനൊരു ഭരണഘടനാ സമിതിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയെ വിഭജിച്ചു അല്ലേ? മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം ഇന്ത്യയെ വിഭജിച്ചു. അങ്ങനെ ഇന്ത്യയെ വിഭജിച്ചപ്പോൾ 389 പേരുണ്ടായിരുന്ന ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ സ്ട്രെങ്ത് എത്രയായി കുറഞ്ഞു? 299 കുറഞ്ഞു. 389 എത്രയായി കുറഞ്ഞു? 299 കുറഞ്ഞു. അത്രയും ആളുകൾ എങ്ങോട്ടേക്ക് പോയി? പാകിസ്ഥാനിലേക്ക് പോയി. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിൽ നിന്നും 296 ആളുണ്ടായിരുന്നു എന്ന്. അത് 229 കുറഞ്ഞു. നാട്ടുരാജ്യങ്ങളിൽ 93 ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് 70 കുറഞ്ഞു. പിന്നെയോ വിഭജനത്തിന് മുമ്പ് 17 വനിതകൾ ഉണ്ടായിരുന്നു. വിഭജിച്ചു കഴിഞ്ഞപ്പോൾ അത് 15 കുറഞ്ഞു. അപ്പോൾ ഒന്നുകൂടെ പറയാം. ആകെ 389 പേരുണ്ടായിരുന്നത് 299 296 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. അത് 229 93 നാട്ടുരാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അത് 70 കുറഞ്ഞു. 17 വനിതകൾ ഉണ്ടായിരുന്നു. 17 വനിതകൾ ഉണ്ടായിരുന്നു. അത് 15 കുറഞ്ഞു. അപ്പോൾ ഈ കുറഞ്ഞ ആൾക്കാരൊക്കെ എങ്ങോട്ടേക്ക് പോയി? പാകിസ്ഥാനിലേക്ക് പോയി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഒരേയൊരു മുസ്ലിം വനിതയാണ് ബീഗം ഐസ്വാസ് റസൂൽ. ഒരേയുള്ള ദളിത് വനിത ആരാന്നാണ് നമ്മൾ പറഞ്ഞത്? ദാക്ഷായണി വേലായുധൻ. മലയാളിയും കൂടിയാണ് ദാക്ഷായണി വേലായുധൻ. ഇനി
ഇപ്പം നമ്മൾ പറഞ്ഞു ഭരണഘടനയുടെ അധ്യക്ഷനെ പറഞ്ഞു, ഭരണഘടനയുടെ ഉപാധ്യക്ഷന്മാരെ പറഞ്ഞു, അതുപോലെ തന്നെ ഭരണഘടനയുടെ ചീഫ് ഡ്രാഫ്റ്റ്മാനെയും പറഞ്ഞു അല്ലേ. ഒന്ന് പറഞ്ഞു നോക്കിയൊക്കെ ആരൊക്കെയാന്ന്. ഭരണഘടനയുടെ സ്ഥിര അധ്യക്ഷൻ ആരായിരുന്നു? ആരാണ് ഭരണഘടനയുടെ സ്ഥിര അധ്യക്ഷൻ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലേ. താൽക്കാലികം സച്ചിദാനന്ദ സിൻഹ നമുക്കറിയാം. സ്ഥിരം രാജേന്ദ്ര പ്രസാദ്. ഉപാധ്യക്ഷന്മാരാരൊക്കെയായിരുന്നു? VT കൃഷ്ണമാചാരി, പിന്നെ HC മുഖർജി. ഓക്കെ, HC മുഖർജി. പിന്നെ ചീഫ് ഡ്രാഫ്റ്റ്മാൻ എന്താന്നാ പറഞ്ഞേ? SN മുഖർജി. മുഖർജികൾ തമ്മിൽ മാറിപ്പോവാൻ വേണ്ടിയിട്ട് പാടില്ല. ആരാന്നാ പറഞ്ഞേ? SN മുഖർജി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവ് ആരായിരുന്നു എന്നാണ്. നിയമ ഉപദേഷ്ടാവ് BN റാവു. നമുക്ക് എങ്ങനെ ഓർക്കാം? BN റാവു ഉപദേഷ്ടാവല്ലേ, നിയമ ഉപദേഷ്ടാവ്. അപ്പോൾ വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ. ഇത് മൻസൂർ സാറെ കൊടാട്ടോ. വേണ്ട നിർദ്ദേശങ്ങൾ എന്നാണ് നമ്മൾ പറയുക. നമുക്ക് ബി വെച്ചിട്ട് വേണ്ടയാക്കാം. വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ റാവു ഉണ്ട്. അപ്പോൾ നിയമ ഉപദേഷ്ടാവാണ് ആര്? BN റാവു. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറിയാണ് HVR അയ്യങ്കാർ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. HVR അയ്യങ്കാർ. BN റാവുവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവ് BN റാവു. സെക്രട്ടറി ആരാണ്? HVR അയ്യങ്കാർ. ഇനി ഈ സമിതി ഒരു മുദ്ര തിരഞ്ഞെടുത്തു, ഭരണഘടനാ നിർമ്മാണ സമിതി. അതെന്താന്ന് ചോദിച്ചാൽ അത് ആനയുടെ ചിഹ്നമാണ് കേട്ടോ. ആനയുടെ ചിഹ്നമാണ്. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സ്പീക്കറാണ് GV മാവലങ്കാർ. ഇയാളാണല്ലോ നമ്മുടെ ലോകസഭയുടെ ആദ്യത്തെ സ്പീക്കറും GV മാവലങ്കാർ ആണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സ്പീക്കറും GV മാവലങ്കാർ ആയിരുന്നു. ഇനി നമുക്കൊരു ഡേറ്റ് പറയാനുണ്ട്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത് എന്ന് 1947 നവംബർ 17. എപ്പോഴാ? സ്വാതന്ത്ര്യത്തിന് ശേഷം. എപ്പോഴാ സ്വാതന്ത്ര്യം കിട്ടിയേ? എപ്പോഴാണ് കിട്ടിയേ? 47 ഓഗസ്റ്റ് 15 കിട്ടിയത്. അപ്പം അതിനുശേഷം ഈ ഭരണഘടനാ നിർമ്മാണ സമിതി പിന്നെ എന്തായി? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് സമ്മേളിച്ചത് 1947 നവംബർ 17. ഓക്കെ, വേറെയും ഒരു 2 ഡേറ്റ് എക്സ്ട്രാ ഞാൻ പറഞ്ഞായിരുന്നു. ഒന്ന്, ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ചത് 1949 നവംബർ 26 അല്ലേ. പിന്നെ ഇന്ത്യ വിഭജിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഭരണഘടനാ നിയമനിർമ്മാണ സഭ സമ്മേളനം വിളിച്ചത് 1947 ഓഗസ്റ്റ് 14. ഓഗസ്റ്റ് 14. 49, ചെറിയ മിസ്റ്റേക്ക് വരുന്നതാണ്. ഓക്കെ, 1949 നവംബർ 26. എന്താണിത്? ഇത് ഭരണഘടനാ സമിതി ഭരണഘടനയെ അംഗീകരിച്ചത്. ഇനി 1947 ഓഗസ്റ്റ് 14 എന്താ 14? അത് ഇവര് വിഭജിച്ച് പാകിസ്ഥാൻ പോയല്ലോ. അപ്പോൾ വിഭജനത്തിന് ശേഷം ആദ്യമായിട്ട് കൂടിയ ഡേറ്റ് ആണ്. ഓക്കെ, ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് പറയാം. നമ്മൾ സമ്മേളനത്തിന്റെ 3 ഡേറ്റുകളാണ് ഓർത്തിരിക്കാൻ പറഞ്ഞത്. അത് ഒന്ന്, ആദ്യ സമ്മേളനം 1946 ഡിസംബർ 6 ആദ്യത്തെ സമ്മേളനം. പിന്നെ പറയുന്നത് വിഭജനത്തിന് ശേഷമുള്ള ആദ്യ സമ്മേളനം 1947 ഓഗസ്റ്റ് 14. ഇപ്പൊ പറയുന്നു സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ സമ്മേളനമാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, 1947 നവംബർ 17. ഈ 3 ഡേറ്റ് ആണ് ഉള്ളത്, ഓർത്തു വെക്കാൻ. പിന്നെ ഓർക്കേണ്ടത് 1949 നവംബർ 26 ഭരണഘടനാ നിയമനിർമ്മാണ സമിതി എന്തിനെ അംഗീകരിച്ചു? ഭരണഘടനയെ അംഗീകരിച്ച ഡേറ്റ് ആണ്. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ അവസാനമായിട്ട് ചേർന്നത് 1950 ജനുവരി 24. ഓക്കെ, ആദ്യം ചേർന്നത് എപ്പോഴാണ് നമ്മൾ പറഞ്ഞത്? 1946 ഡിസംബർ 6 അല്ലേ. ഇനി അവസാനമായിട്ട് ചേർന്നതോ 1950 ജനുവരി 24, റിപ്പബ്ലിക് ആവുന്നതിന്റെ 2 ദിവസം മുമ്പ്. ഈ ദിവസമാണ് ഈ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഇത് ഒപ്പുവെച്ച് പാസ്സാക്കിയത്. ഭരണഘടന ഒപ്പുവെച്ച് പാസ്സാക്കിയത്. അപ്പൊ എത്ര പേര് ഒപ്പുവെച്ചു? 284 പേരാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഇതിൽ ഒപ്പുവെച്ചത് പാസ്സാക്കിയത്. ഓക്കെ, ഇത്രയും സെറ്റായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വേറെയും കുറച്ചുകൂടെ ഫാക്ട്സ് നോക്കാം. ഭരണഘടന പൂർത്തിയാക്കാൻ വേണ്ടി എടുത്ത സമയം എപ്പോഴും ചോദിക്കാറുണ്ട്. 2 വർഷം 11 മാസം 18 ദിവസം ഓർ 17 ദിവസം രണ്ടും ചോദിച്ച് കാണാറുണ്ട്. 2 വർഷം 11 മാസം 17 ഓർ 18 ദിവസം.
ഭരണഘടനയുടെ പൂർണ്ണ രൂപം ആദ്യമായി അംബേദ്കർ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചു. എന്തിനാ അംബേദ്കർ അവതരിപ്പിച്ചത്? എന്തുകൊണ്ടാ? അംബേദ്കർ ആരാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണല്ലേ. അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയതുകൊണ്ട് തന്നെ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇതിന്റെ ഒരു പൂർണ്ണ രൂപം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് 1948 നവംബർ 4-നാണ്. ഓക്കെ. എന്നാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്? അത് 1947 ഓഗസ്റ്റ് 29-നാണ്. ഓഗസ്റ്റ് 29-നാണ്. 7 അംഗങ്ങളുള്ള ഒരു സമിതിയായിരുന്നു കേട്ടോ. ഇത് നമ്മൾ എക്സ്ട്രാ വേറെ ക്ലാസ് കൂടെ അപ്ലോഡ് ചെയ്യാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിനെ കുറിച്ച്. ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ലെങ്തി ആയിപ്പോകും. അപ്പോൾ ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ആര്? നമ്മുടെ അംബേദ്കർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അംബേദ്കർ ഇതിന്റെ ഒരു പൂർണ്ണ രൂപം ആദ്യമായി അവതരിപ്പിച്ചത് 1948 നവംബർ 24-നാണ്. ഇനി നമ്മൾ പറഞ്ഞ ഡേറ്റ് ആണ് 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചു അല്ലേ. അപ്പൊ എന്താ ഇവരുണ്ടാക്കിയ ഭരണഘടന ഇവര് തന്നെ അംഗീകരിക്കാൻ ഇത്രയും കാലതാമസം വേണോ അല്ലെ? എന്തായത്? അതെന്തുകൊണ്ടാ? വ്യത്യസ്തങ്ങളായ ആൾക്കാരുണ്ട്, വ്യത്യസ്തങ്ങളായ കമ്മിറ്റികളുണ്ട്, അവരുടെ അഭിപ്രായങ്ങളും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോ പ്രശ്നമാവും അല്ലേ. എല്ലാം ഒന്ന് സെറ്റായി ഇവർ അംഗീകരിച്ചത് 1949 നവംബർ 26-നാണ്. ആർക്കും ഒരു പ്രശ്നവുമില്ലാത്ത, ഒരു ഡിബേറ്റും ഇല്ലാതെ എല്ലാവരും ഒരേ മനസ്സോടുകൂടെ അംഗീകരിച്ച ഒരേ ഒരു വ്യവസ്ഥ മാത്രമേ ഭരണഘടനയിൽ ഉള്ളൂ. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഒരേ മനസ്സോടെ അംഗീകരിച്ച ആ വ്യവസ്ഥ ഏതാണ്? അതാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അത് എല്ലാവരും ഒരുപോലെ അംഗീകരിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു ഡിബേറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ. ഓക്കെ. അതിന് നമ്മൾ പറഞ്ഞു ഇവർ അംഗീകരിച്ച ഈ നവംബർ 26 ദേശീയ നിയമദിനവും ഭരണഘടനാ ദിനവുമായിട്ട് ആചരിച്ചു പോരുന്നത് ചോദിക്കാറുണ്ട്. അവസാനമായിട്ട് ഭരണഘടന സമിതിയിലെ അംഗങ്ങൾ സമ്മേളനം ചേർന്നതും അവരതിൽ ഒപ്പുവെച്ചതും 1950 ജനുവരി 24-നാണ്. 284 പേരാണ് ഇതിൽ ഒപ്പുവെച്ചത്. എത്ര പേരാ? 284 പേരാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ജനുവരി 24-ന് 284 പേര് ഒപ്പുവെച്ചു. ഓക്കെ. അപ്പൊ ആ സമയത്ത് ഭരണഘടന നിലവിൽ വന്നോ? ഇല്ല. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ഈ 2 ഡേറ്റുകൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു പഠിക്കണം. ഒന്ന്, ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചതാണ് 1949 നവംബർ 26. ഭരണഘടന ഒഫീഷ്യലി നിലവിൽ വന്നതാണ് 1950 ജനുവരി 26 അല്ലേ. അതാണ് നമ്മുടെ റിപ്പബ്ലിക് ദിനം, ജനുവരി 26 എന്നറിയപ്പെടുന്നത്. ഈ 2 ഡേറ്റും മാറിപ്പോവാതെ പഠിക്കണം. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഭരണഘടനയെ അംഗീകരിച്ചത്. 50 ജനുവരി 26-നാണെങ്കിൽ ഒഫീഷ്യലി ഭരണഘടന നിലവിൽ വന്ന ദിനമാണ്. ഇനി ഒപ്പുവെച്ചത് എന്നാണ്, അംഗങ്ങൾ ഒപ്പുവെച്ചത് ചോദിച്ചാൽ അത് 2 ദിവസം മുമ്പേ ജനുവരി 24. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഭരണഘടനയിലെ 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ, 22 ഭാഗങ്ങൾ എന്നിവയാണ് ഉണ്ടായിരുന്നത്. എങ്ങനെയാ? ആർട്ടിക്കിൾസ് 395, 8 പട്ടിക, 22 ഭാഗം. ഇപ്പൊ എങ്ങനെയാണുള്ളത്? ഇപ്പോഴത്തെ ആർട്ടിക്കിൾ കാര്യമാക്കണ്ട, 400+ ആർട്ടിക്കിൾസ് ആയാലോ, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ പട്ടികയും ഭാഗവും പഠിക്കണം. 12 പട്ടികകളും 25 ഭാഗവുമാണ് നിലവിൽ ഭരണഘടനയ്ക്കുള്ളത്. ഓക്കെ. വരുമ്പോൾ 395 ആർട്ടിക്കിൾ, അനുച്ഛേദം എന്ന് പറയും മലയാളത്തിൽ, 8 പട്ടികകൾ, 22 ഭാഗങ്ങൾ. ഇപ്പോ 8-ന് പകരം 12 പട്ടികയായി, 22-ന് പകരം 25 ഭാഗങ്ങളുമായി. ഓക്കെ. ഇനി ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരൈൻ റെയ്സാദ എന്ന് പറയുന്ന ആളാണ്. ആരാണ്? പ്രേം ബിഹാരി നരൈൻ റെയ്സാദ. അത് കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയതാണ്. ഇനി ലേഔട്ട് തയ്യാറാക്കിയത് ആരാ? അത് നന്ദലാൽ ബോസ് ആണ്. ലേഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസും കയ്യെഴുത്തു പ്രതി പ്രേം ബിഹാരി നരൈൻ റെയ്സാദയാണ് തയ്യാറാക്കിയത്. ഇത്രയാണ് പ്രധാനമായിട്ട് ഒരു 10th ലെവൽ 12th ലെവൽ ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത്. ഇനി
ഡിഗ്രി ലെവലുള്ള ആൾക്കാർക്കോടാണെങ്കിലും അത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ഫോർമാറ്റ് കാണിക്കുന്നത് മാത്രം. ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്, എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്നാലും ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യങ്ങൾ കൂടെ ഒന്ന് കാണിച്ചു തരാം. +1 ടെക്സ്റ്റ് ബുക്കാണ്, അതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചത് എങ്ങനെ എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. ഇതിൽ ഡിസംബർ 9 ആദ്യത്തെ മീറ്റിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഡിസംബർ 9. പിന്നെ ആദ്യത്തെ മീറ്റിംഗ് ഡിസംബർ 9, വിഭജനത്തിന് ശേഷമുള്ള ആദ്യ മീറ്റിംഗ് 1947 ഓഗസ്റ്റ് 14 പറയുന്നുണ്ട്. പിന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യം ആർക്കാണ് വോട്ടവകാശം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ ആർക്കാണ് വോട്ടവകാശം ഉണ്ടായിരുന്നത്? അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിച്ച പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ അവരെങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്? പരോക്ഷ തെരഞ്ഞെടുപ്പ്. ഓക്കെ, പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് അവരെ തെരഞ്ഞെടുത്തത്, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. ഇത് 3 വിഭാഗങ്ങൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം. പിന്നെ നമ്മൾ പറഞ്ഞ റേഷ്യോയും കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. ഇതൊക്കെ തന്നെയാണ് എന്തിൽ വരുള്ളൂ? ഡിഗ്രി ലെവലിൽ വരുള്ളൂ. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായമാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. എല്ലാം തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഈ പറയാൻ പോകുന്നത് തുല്യതയുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. തുല്യതയുടെ +1 ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ്. ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്ന പദ്ധതി പ്രകാരമാണ് ഇത് വന്നത് എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ വന്നു, പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി ഇന്ത്യയിലെ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്തവരല്ല ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ. ഇവിടെ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അത് ഇതേപോലെയാണ് ആ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അതായത് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേറ്റ്മെന്റ് തന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഞാൻ നേരത്തെ അത് പറഞ്ഞു തന്നു. ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 389 നമ്മൾ ടോട്ടൽ പഠിക്കുമ്പോൾ ഇവിടെ 385 കൊടുത്തേക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, 296 നമ്മൾ പഠിച്ചത് ഇവിടെ 292 ഉള്ളൂ. ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസിൽ നിന്നുള്ള 4 ഇവർ എടുത്തിട്ടില്ല. ഓപ്ഷനിൽ 389 ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ശരി, ഇല്ലെങ്കിൽ മാത്രം 385 എഴുതിയാൽ മതിയാകും. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. പറയാത്ത 1-2 പോയിന്റ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അവിഭക്ത ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ ഇവിടെ 385 കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ കണ്ടോ, പാകിസ്ഥാൻ പ്രവിശ്യയിൽപ്പെട്ട ആൾക്കാർ എത്രയുണ്ട്? 86. അത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ? പാകിസ്ഥാൻ പ്രവിശ്യയിൽപ്പെട്ട ആൾക്കാർ എത്ര പേരുണ്ടായിരുന്നു? 86 പേരുണ്ടായിരുന്നു. 86 പേര് ഓർത്ത് വെച്ചോളുക. പിന്നെ ഒരു പോയിന്റ് എക്സ്ട്രാ ഉള്ളത്, സഭ, ഭരണഘടനാ നിയമനിർമ്മാണ സഭ ആകെ സമ്മേളിച്ച ദിവസങ്ങൾ എത്രയാണ്? 166 ദിവസം. എത്ര ദിവസം? 166 ദിവസം. ഒഫീഷ്യലി എത്ര ദിവസങ്ങളാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ സമ്മേളിച്ചതെന്ന് ചോദിച്ചാൽ അത് 166 ദിവസമാണ്. നേരത്തെ പറഞ്ഞ കാലയളവുമായിട്ട് ഇതിനെ മിക്സപ്പ് ചെയ്യരുത്. അതായത് കാലയളവ് 2 വർഷം പറഞ്ഞല്ലോ, പിന്നെ എങ്ങനെയാണ് 166 ദിവസം എന്ന് പറയുന്നത്? അതായത് ഈ 2 വർഷത്തിൽ എല്ലാ ദിവസവും ഒരു മീറ്റിംഗ് കൂടിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ ആകെ സമ്മേളിച്ച ദിവസങ്ങളാണ് 166 ദിവസമായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന മാക്സിമം നോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് അവൈലബിൾ ആണ്. ഇതിൻ്റെ PDF നമ്മുടെ ദ അൾട്ടിമേറ്റ് PSC എന്നുള്ള ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടോളാം. പിന്നെ ഇതിൽ ഞാൻ പറയാത്തത്, നമ്മൾ പറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വനിതാ അംഗങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ വിഭജനത്തിന് ശേഷം 15 വനിതകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ 15 വനിതകളുടെ പേര്, അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 17 മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിലെ 3 മലയാളി വനിതകളുടെ പേര് മാത്രമേ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിച്ചുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരുടെ പേര് ഇത് രണ്ടും ഞാൻ PDF അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടായിരിക്കും PDF ഇടുക. അപ്പോൾ ഇത് ആൾക്കാരുടെ പേരാണല്ലോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ,
അത്രയും കൂടെ മതിയാവും ഇതിനകത്ത്. ബാക്കിയുള്ള ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കേണ്ടത് പിന്നെ കമ്മിറ്റികളാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 22 ടോട്ടൽ കമ്മിറ്റീസ് ഉണ്ട്. അതിൽ തന്നെ 8 മേജർ കമ്മിറ്റികളുണ്ട്. അപ്പോൾ ആ മേജർ കമ്മിറ്റി, അതിൽ തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയൊക്കെയാണ് എടുത്ത് പഠിക്കാനുള്ളത്. അത് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ല രീതിക്ക് പഠിക്കുക. ഉറപ്പായിട്ടും ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. എൻ്റെ ഉറപ്പാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒരുപാട് ഞാൻ നോക്കിയിടത്തോളം ഇത്രയും കാര്യങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയെടുത്ത് പഠിക്കുക, സെറ്റാക്കുക, റിവിഷനൊക്കെ നല്ലതുപോലെ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.